ഹലോ, ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമുക്ക് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. 3 ക്വസ്റ്റ്യൻ ഉണ്ട് ഇപ്പം അവിടെ എഴുതിയത്. ആ ക്വസ്റ്റ്യൻസ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യന് എൽ ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യനില് ഇത് എന്ത് ഫോമിലാണെന്ന് നോക്കിയാൽ മതി. ഇവിടെ ഇതിന് സ്ക്വയർ ഇട്ട് വെച്ച് കുഴപ്പമില്ലല്ലോ. ഇതിപ്പോ എന്ത് ഫോമിലായി? കെ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഫോമിലായില്ലേ? അതെന്തോന്നാണ്? വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ കെ ടി ആണ്. ഇവിടെ കെന്റെ വാല്യൂ എന്താണ്? കെ ഈക്വൽ ടു 1 ആണ്. 1 സ്ക്വയർ എന്ന് എഴുതുകൊണ്ട് കുഴപ്പമില്ല. 1 × 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 1 സ്ക്വയർ ഒക്കെ ഈക്വൽ തന്നെയാണ്. അപ്പോൾ സൈൻ കെ ടി. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ ടി എന്നാണ് ഉത്തരം വരും. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. എൽ ഇൻവേഴ്സ് ഓഫ് 2s plus 6 divided by s square plus 2 square ആണുള്ളത്. അപ്പൊ ഇവിടെയുള്ള ഡിനോമിനേറ്റർ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ടേമിനും ഈ ഒരു ടേമിനായിട്ട് വീതിച്ചു കൊടുക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് 2s divided by s square plus 2 square plus L inverse of 6 divided by s square plus 2 square എന്ന് വരും. ഓക്കെ, നമുക്ക് ഇങ്ങനെ ആക്കി എഴുതാൻ പറ്റും. ഇനി എന്ത് ചെയ്യുക? ഈ ഒരു 2നെ പുറത്തേക്ക് എടുക്കുക. ഈസ് ഈക്വൽ ടു 2 × L ഇൻവേഴ്സ് ഓഫ് s ഡിവൈഡഡ് ബൈ s സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ഇതിപ്പോൾ എന്ത് ഫോമായി? s ഡിവൈഡഡ് ബൈ s സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഫോമായി. അപ്പോൾ ഇതിൽ കെന്റെ വാല്യൂ k ഈക്വൽ ടു 2 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 2 × കോസ് കെ ടി. കെന്റെ വാല്യൂ 2 ആണ്. കോസ് 2t എന്ന് ആൻസർ വരും. നമ്മൾ ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഈ ഭാഗം കൂടി ചെയ്യാണ്ട്. പ്ലസ് ഇവിടെ നമുക്ക് ഈ ഒരു 6നെ പുറത്തേക്ക് എടുക്കാം. 6നെ പുറത്തേക്ക് എടുക്കുമ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്നായിട്ട് മാറും. ഇതിപ്പോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കെ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ആക്കി എഴുതുക. എങ്ങനെ എഴുതുക? 2 സ്ക്വയറിലേക്ക് എസ് സ്ക്വയർ ആക്കി എഴുതുക. ഇതെങ്ങനെ വരിക? ഇവിടെ ഒരു 2നെ കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, 1 × 2 2 ആണ്. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് ചെയ്യണം? അടിയിലും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. 6/2 ഇതിന്റെ വാല്യൂ 3 ആയിട്ട് മാറും. അപ്പൊ ഇവിടെ പ്ലസ് 3 × s ഡിവൈഡഡ് ബൈ സ്ക്വയർ പ്ലസ് k ഡിവൈഡഡ് ബൈ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൈൻ 2t ആണ്. അപ്പൊ ഇതാണ് ഇവിടെ ആൻസർ വരിക. അടി 2 പേരുണ്ടെങ്കിൽ 2 ആവശ്യമില്ല. ഓക്കെ, ഇനി 1 ഡിവൈഡഡ് ബൈ എസ് ക്യൂബ് ആണ് നമ്മുടെ ഫംഗ്ഷൻ എങ്കിൽ ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ കണ്ടുപിടിക്കുക. ഇത് ശരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ s റൈസ് ടു n പ്ലസ് 1 ആ ഒരു ടേം ആ ഒരു ഫോമൊക്കെ ആക്കാൻ പറ്റും. എങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഈ 3 ഒന്ന് കുറക്കുക. അതായത് എൽ ഇൻവേഴ്സ് ഓഫ് 3 ഒന്ന് കുറച്ചായിട്ട് മുകളിൽ അതിന്റെ ഫാക്ടോറിയൽ എഴുതുക. 3 ഒന്ന് കുറച്ച് 2 അല്ലേ? 2ന്റെ ഫാക്ടോറിയൽ എഴുതി ഡിവൈഡഡ് ബൈ s റൈസ് ടു 3 നമുക്ക് 2 പ്ലസ് 1 എന്ന് എഴുതിയോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ഇവിടെ ചുമ്മാ 2 ഫാക്ടോറിയൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? അടിയിലും 2 ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇതിപ്പോ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ s റൈസ് ടു n പ്ലസ് 1 ഫോമിലായി. ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ t റൈസ് ടു n ആണ്. n-ന്റെ വാല്യൂ 2 ആയതുകൊണ്ട് ഇവിടെ t സ്ക്വയർ വരും. പിന്നെ ഒരു 1/2 കൂടി ഉണ്ടാവും. 1/2 കൂടി ഉണ്ടാവും. 2 ഫാക്ടോറിയൽ ആണ് എന്താ? 2 × 1 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 2 എന്നാണ് വരിക. അപ്പൊ ഇതിന്റെ ആൻസർ t സ്ക്വയർ ബൈ 2 ആണ്. ഓക്കെ, ഇനി ഇത് വായിച്ചിട്ട് ഒരു 3 ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഇൻവേഴ്സ് സെറ്റ് ആക്കണം. ഇതിന്റെ വലിയ വലിയ ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് ചെയ്യണം? ഈ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കത്തും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത 3 ക്വസ്റ്റ്യൻ ആണിത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എൽ ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ s റൈസ് ടു 4 ആണ്. അപ്പോൾ നേരത്തെ s ക്യൂബിന് ചെയ്ത പോലെ തന്നെ ആദ്യം തന്നെ എന്ത് ചെയ്യണം? 4 1 കൊടുക്കുക. 4 1 കുറച്ച് 3 ആണ്. 3 ഫാക്ടോറിയൽ ഇവിടെ ഇട്ടു. s റൈസ് ടു 3 പ്ലസ് 1 ആക്കി എഴുതി. 4നെ 3 പ്ലസ് 1 ആക്കി എഴുതി. മുകളിൽ 3 ഫാക്ടോറിയൽ കൊടുത്താൽ അടിയിൽ എന്ത് ചെയ്യണം? 3 ഫാക്ടോറിയൽ കൊടുക്കണം. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ 3 × 2 × 1 ആണ്. 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ s റൈസ് ടു 3 പ്ലസ് 1 എന്നാൽ ടി ക്യൂബിന് ഈക്വൽ ആണ്. അല്ലെങ്കിൽ ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ടി ക്യൂബ്. വിച്ച് ഈസ് ഈക്വൽ ടു 3 × 2 6 വരും. ടി ക്യൂബ് ഡിവൈഡഡ് ബൈ 6 ആണ് ഇതിന്റെ ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. എൽ ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ 4s പ്ലസ് 1. അപ്പോൾ ഇതിന് ആദ്യം എന്ത് ചെയ്യണം? ഈ ഒരു 4നെ പുറത്തേക്ക് എടുക്കണം. വിച്ച് ഈസ് ഈക്വൽ ടു
L inverse of 1 divided by 4 പുറത്തേക്ക് എടുത്താൽ ഇവിടെ 1/4 ഉണ്ടാകും. ഇവിടുന്ന് ഒരു 4 പോവും. S പ്ലസ് 1/4 ആയിട്ട് മാറും. ഓക്കെ, ഇവിടെ ഇങ്ങനെ 1/4 ആയത് ഈ 4 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ മുകളിലുള്ള 4ഉം അടിയിലുള്ള 4ഉം തമ്മിൽ കട്ടായി പോകും. അങ്ങനെ അവിടെ 1/4 എഴുതിയത് കേട്ടോ. ഇതിന് ഒരു ടേമിന്ന് ഇല്ലാത്തൊരു ടേം പുറത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊന്ന് ഹരിച്ചു കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ. അപ്പൊ ഇതെങ്ങനെ വരിക? എന്ത് ഫോമുലാണ്? 1 divided by S minus A ഫോമുലാണ്. ഇവിടെ 2 നെഗറ്റീവ് കൂടി പോസിറ്റീവ് ആയതാണ്. അപ്പൊ എന്താണ്? 1/4 into e raised to minus t/4 ആണ് ആൻസർ വരിക. അല്ലെങ്കിൽ e raised to minus t/4 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ 5നെ കോമൺ ആക്കി എടുക്കണം. which is equal to L inverse of 5നെ കോമൺ ആക്കി എടുക്കുമ്പോൾ ഇവിടെ 5 ഉണ്ടാകും. 4 അല്ല, 5 ഉണ്ടാകും. 1 divided by S, ഇവിടുന്ന് 5 പോകുമ്പോൾ -2 divided by 5 ആക്കിയാണ് എഴുതേണ്ടത്. ഇവിടെ ഓൾറെഡി നെഗറ്റീവ് ആണ്. അപ്പോൾ e raised to വരുമ്പോൾ പോസിറ്റീവ് ആവും. which is equal to 1/5 into e raised to 2t divided by 5. അങ്ങനെ അതായത് 2/5 into t ആണ് ഗുണിച്ച് 2t അടിയിൽ 5ഉം. which is equal to e raised to 2t divided by 5 all divided by 5 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ചെയ്ത് നോക്കണം. ഇത് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ വലിയ വലിയ ക്വസ്റ്റ്യൻസ് കടക്കാനുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് ഇതൊന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിൽ ചെയ്യണം. ഓക്കെ, താങ്ക് യു.